നമസ്കാരം. ഇസ്രായേലും അമേരിക്കയും ഇറാനും നേർക്ക് നടത്തിയ ആക്രമണം വളരെ കൃത്യമായി മുൻകൂട്ടി പ്ലാൻ ചെയ്ത് തന്നെയാണ് ഇത് നടപ്പിലാക്കിയത് എന്നുള്ള കാര്യം ഉറപ്പാണ്. രണ്ട് രാജ്യങ്ങളെ സംബന്ധിച്ചും പ്രതിരോധ കാര്യങ്ങളിൽ ഏറ്റവും കഴിവ് തെളിയിച്ചിട്ടുള്ള രാജ്യങ്ങൾ തന്നെയാണ് ഇസ്രായേലും അമേരിക്കയും. അതുകൊണ്ട് തന്നെ അവർ സംയുക്തമായ ഒരു സംരംഭം നടത്തുമ്പോൾ അതിന് ഒരു തരത്തിലുള്ള പിഴവ് ഉണ്ടാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും അവർ നടത്തിയിട്ടുണ്ടായിരുന്നു. അതുതന്നെയാണ് ഇന്ന് പട്ടാപ്പകൽ ഈ ഒരു ആക്രമണം നടന്നത്. സാധാരണഗതിയിൽ രാത്രികാലത്ത് നടക്കുന്നതാണ് ഇത്തരം മിസൈൽ ആക്രമണങ്ങളൊക്കെ തന്നെ. പക്ഷേ പകൽ തന്നെ ഇറാനെ ആക്രമിച്ചത് ശരിക്കും ഇറാൻ എന്ന രാജ്യത്തെ ഭരണാധികാരികളെ അക്ഷരാർത്ഥത്തിൽ വിറപ്പിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. ഇറാൻ്റെ എല്ലാ നീക്കങ്ങളും മുൻകൂട്ടി അറിയാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇസ്രായേലും അമേരിക്കയും നേരത്തെ തന്നെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അമേരിക്കയുടെ ഡ്രോണുകൾ. ഇറാൻ്റെ മുകളിൽ എത്രയോ നാളുകളായി ഈ ഡ്രോണുകൾ പറന്ന് കിടക്കുകയാണ്. പക്ഷേ ഒരിക്കലും അവയെ ഇറാൻ്റെ റഡാറുകൾക്ക് പിടിച്ചെടുക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന്. അത്തരത്തിലുള്ള ഒരു ഡ്രോണിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. MQ-4C ട്രൈറ്റൻ എന്നാണ് അമേരിക്കൻ നാവികസേനയുടെ ഈ ഒരു ഡ്രോണിൻ്റെ പേര്. അസാമാന്യമായ ഉയരത്തിലാണ് ഈ ഡ്രോൺ പറക്കുന്നത്. സാധാരണഗതിയിൽ വിമാനങ്ങൾ പറക്കുന്നതിനേക്കാൾ എത്രയോ മുകളിലാണ് ഈ ഡ്രോണുകൾ സ്ഥിതി ചെയ്യുന്നത്. ഇവർക്ക് വളരെ കൃത്യമായി തന്നെ താഴെ നടക്കുന്ന ഓരോ കാര്യങ്ങളും പിടിച്ചെടുത്ത് അപ്പോൾ തന്നെ അമേരിക്കയുടെ സൈനിക വിഭാഗങ്ങളെ, രഹസ്യാന്വേഷണ വാർത്തയെല്ലാം തന്നെ അറിയിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അമേരിക്കയുടെ കൈവശം ഈ ഡ്രോൺ ഉണ്ട് എന്നുള്ള കാര്യം ഇറാന് നന്നായിട്ട് അറിയാം. പക്ഷേ അതിനെ പിടികൂടാൻ മാത്രം അവർക്ക് കഴിയില്ല എന്നുള്ളതാണ് അതിൻ്റെ പരമാർത്ഥം. മാത്രമല്ല, ഒരു തവണ ഇത് പറന്നുയർന്നാൽ 24 മണിക്കൂർ മുകളിൽ ഇതിൽ നിൽക്കാൻ കഴിയും. ഇത് പൈലറ്റില്ല ഒരു വിമാനമാണെന്ന് വേണമെങ്കിൽ പറയാം, ഡ്രോൺ ആണെങ്കിൽ പോലും. അത്രയും ചെറുതാണ്. പക്ഷേ ഇതിൻ്റെ നിരീക്ഷണ ശക്തി അപാരമാണ്. ഇതിൽ ഘടിപ്പിച്ചിട്ടുള്ള അത്യന്താധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടി താഴെ നടക്കുന്ന ഒരു നിസ്സാര ചലനം പോലും അവർക്ക് പിടിച്ചെടുക്കാൻ കഴിയും. ഇറാനിലെ കപ്പലുകളുടെ ചലനം, അതുപോലെ അവർ വിമാനങ്ങൾ എവിടേക്കാണ് ഇറക്കിയിട്ടുള്ളത്, അവരുടെ പ്രധാനപ്പെട്ട ഒളിത്താവളങ്ങൾ ഏതാണ്, അവരുടെ സൈനിക കേന്ദ്രങ്ങൾ, ആണവ കേന്ദ്രങ്ങൾ, ഇതെല്ലാം തന്നെ എത്രയോ നാളുകളായി ഈ ഡ്രോണുകൾ കണ്ടെത്തുകയും കൃത്യമായി അത് ചാർട്ട് ചെയ്ത് എവിടെയൊക്കെയാണ് ഇതുള്ളതെന്ന് ഇസ്രായേലും അമേരിക്കയും പരസ്പര ധാരണയിലെത്തി അതേ സ്ഥലങ്ങൾ തന്നെയാണ് അവർ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും ഇറാൻ്റെ സൈനിക ആസ്ഥാനങ്ങൾക്ക് സമീപത്തും അല്ലെങ്കിൽ അവിടെ പ്രധാനപ്പെട്ട വ്യക്തികൾ താമസിക്കുന്ന വീടുകൾക്ക് അടുത്തുമൊക്കെ തന്നെയാണ് ഈ ആക്രമണം നടന്നതെന്നുള്ള ആദ്യഘട്ടം വാർത്തകൾ പുറത്തു വരുമ്പോൾ തന്നെ നമുക്ക് ഒരു കാര്യം മനസ്സിലാകും. എല്ലാം അവർ സ്കെച്ചിട്ട് വെച്ചിട്ടുണ്ട് അമേരിക്കയും ഇസ്രായേലും. എവിടെയാണ് ആക്രമണം നടത്തേണ്ടത്, ഏത് സമയത്താണ് നടത്തേണ്ടതെന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ കൃത്യതയോട് തന്നെയാണ്, നല്ല പ്ലാനിങ്ങോടുകൂടി തന്നെയാണ് അവർ ഈ ഒരു യുദ്ധം ആരംഭിച്ചിരിക്കുന്നത്. 2.5 ദശലക്ഷം കിലോമീറ്റർ ദൂരം ഒരൊറ്റ ദിവസം കൊണ്ട് ഈ ഡ്രോൺ സഞ്ചരിച്ച് ഇത് സംബന്ധിച്ച താഴെയുള്ള എല്ലാ വിവരങ്ങളും അമേരിക്കയ്ക്ക് എത്തിച്ചു കൊടുക്കും എന്ന് പറയുമ്പോൾ എത്രത്തോളം ശക്തിയുള്ളതാണ് ഈ ട്രൈറ്റൻ ഡ്രോൺ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് അമേരിക്കൻ നാവികസേനയുടെ തന്നെ വളരെ ഒരു എക്സ്ക്ലൂസീവായിട്ടുള്ള ഒരു ഡ്രോൺ സംവിധാനമാണ്. ലോകത്ത് ഒരുപക്ഷെ ഏറ്റവും അധികം ഡ്രോണുകൾ നിർമ്മിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഇറാനാണെങ്കിൽ പോലും അവർക്കൊന്നും ഇതിൻ്റെ 10-1 ശേഷിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. സാധാരണയായി ഡ്രോണുകൾ ഉപയോഗിക്കുന്നത് ചാരപ്പണിക്കും അല്ലെങ്കിൽ ആയുധങ്ങൾ കൊണ്ടുപോയി അവിടെ ആക്രമണം നടത്തുന്നതിനൊക്കെ തന്നെയാണ്. പക്ഷേ ഇത്രയും കൃത്യതയോടുകൂടി വിവരങ്ങൾ ലഭിക്കാൻ ലോകത്ത് ഒരുപക്ഷെ ഈ അമേരിക്കയുടെ ഈ ട്രൈറ്റനെ പോലത്തെ മറ്റൊരു ഡ്രോൺ ഉണ്ടോ എന്ന കാര്യം തന്നെ സംശയമാണ്. 360 ഡിഗ്രിയിൽ ദൃശ്യങ്ങൾ പകർത്താൻ കഴിയുന്ന റഡാറുകൾ, ഇൻഫ്രാറെഡ് ക്യാമറ, സിഗ്നൽ ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ എന്നിവ ഇതിലുണ്ട്. രാത്രിയാണെങ്കിലും പകലാണെങ്കിലും ഇതിന് കൃത്യമായി നിരീക്ഷിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. പലപ്പോഴും രാത്രി കാലങ്ങളിലായിരിക്കും ഈ ശത്രുക്കളുടെ നീക്കങ്ങൾ കൂടുതലായിട്ടുണ്ടാവുക എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. സൈന്യ നീക്കങ്ങളാണെങ്കിലും വിമാനങ്ങളും കപ്പലുകളും ഒക്കെ തന്നെ രാത്രിയുടെ ഇരുട്ടിൻ്റെ മറവിലായിരിക്കും പലപ്പോഴും അവർ ഓരോ സൈനിക നടപടിക്കും മുതിരുക. പക്ഷേ അത് വളരെ കൃത്യമായി കണ്ടെത്തി നല്ല ക്ലാരിറ്റിയോടുകൂടി തന്നെ ചിത്രീകരിച്ച് അമേരിക്കയ്ക്ക് ഇവയെല്ലാം അയക്കാനുള്ള സംവിധാനം ഈ ഡ്രോണുകൾക്കുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരുപക്ഷേ യുദ്ധത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ണിയായി അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് വിജയം ഉറപ്പാക്കാൻ സഹായകമായി മാറുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായി ഈ ഡ്രോൺ മാറാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും ഒരു കാര്യം ഉറപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു, ഇറാനിൽ ഭരണമാറ്റമുണ്ടാകും. അതുതന്നെയാണ് ഡൊണാൾഡ് ട്രംപും പറയുന്നത്. എന്ത് വില കൊടുത്തും അവിടുത്തെ ഈ നിലവിലുള്ള മതഭരണകൂടത്തെ പുറത്താക്കി അവിടെ പണ്ടത്തെ പോലെ വീണ്ടും ജനങ്ങളുടെ കൈകളിലേക്ക് ആ രാജ്യത്തെ ഏൽപ്പിക്കുക എന്ന ഒരു അസാമാന്യ ദൗത്യമാണ് അമേരിക്കയും ഇസ്രായേലും ഏറ്റെടുത്തിരിക്കുന്നത്. അവർ അതിൽ വിജയിക്കുക തന്നെ ചെയ്യും എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ട്രംപിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാനും കഴിയുന്നത്.